Okay, sir. Thank Okay. you. Okay, sir. Yeah, recording in progress. Thank you. Okay, sir. ഹലോ. Okay. ആ Okay. അപ്പൊ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. എൻ്റെ പേര് സണ്ണി പാപ്പൻ, ബൈബിൾ സ്റ്റഡി ഇൻസ്ട്രക്ടർ. ഐ ആം സ്പീക്കിംഗ് ഫ്രം കേരള, ആയൂർ, പോക്കറ്റ് ഓഫ് ആയൂർ, കൊല്ലം ഡിസ്ട്രിക്ട്. ഇന്നത്തെ മൈ ടോപ്പിക് ഈസ് റിഗാർഡിങ് ക്രിസ്ത്യൻ എത്തിക്സ്. ക്രിസ്ത്യൻ എത്തിക്സ് എന്ന പദം നിങ്ങൾ ലിറ്ററേച്ചറുകൾ വായിക്കുമ്പോൾ ക്രിസ്ത്യൻ മൊറാലിറ്റി എന്ന പദവും ക്രിസ്ത്യൻ എത്തിക്സ് എന്ന പദവും രണ്ട് പദങ്ങളായി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദങ്ങൾക്ക് അർത്ഥവ്യത്യാസമുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്താണ് ചെയ്യുന്നത്, ആ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, വൈ സണ്ണീസ് ആർ ഈസ് സോ സ്റ്റിഞ്ചി, സോ വൈ സണ്ണീസ് ആർ ഈസ് സോ ഹാർഷി, വൈ സണ്ണീസ് ആർ ഈസ് സോ അഗ്രസീവ് എന്ന വൈ ആസ്പെക്റ്റിനെ കുറിച്ച് പഠിക്കുന്നത് എത്തിക്സും, വാട്ട് ഈസ് എ ബിഹേവിയർ ഓഫ് സണ്ണി സാറ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മൊറാലിറ്റി. ഞാൻ പറഞ്ഞത്, ഒരു വ്യക്തി, ഒരു പാസ്റ്റർ അല്ലെങ്കിൽ ഒരു വിശ്വാസി, ഒരു എക്സ് ഓർ വൈ ബിഹേവിയർ ഇങ്ങനെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അദ്ദേഹം കുറച്ചേ സംസാരിക്കും, സംസാരിക്കുന്നതിനകത്ത് വലിയ അഗ്രസീവ് പദങ്ങൾ ഉപയോഗിക്കാറില്ല. അദ്ദേഹം സംസാരിക്കുന്നത് റിലേഷണലായിട്ടാണ് സംസാരിക്കുന്നത്, ഡോമിനറിങ് ഇല്ല, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻസ് അപ്രോപ്രിയേറ്റ് ആണ്. ഇങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് മൊറാലിറ്റി. മൊറാലിറ്റി എന്ന് പറയുന്നത്, ധാർമ്മികത എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും ഡിസ്ക്രിപ്ഷനാണ്. എന്നാൽ എത്തിക്സ് എന്ന് പറയുന്നത് ഒരാളുടെ സ്വഭാവത്തിൻ്റെയും പെരുമാറ്റത്തിൻ്റെയും കാരണം കണ്ടുപിടിക്കലാണ്. എന്തുകൊണ്ടാണ് ആ മനുഷ്യൻ അങ്ങനെ പെരുമാറുന്നത്? What is the reason? What are the personal reasons, family reasons? That partner has something to do with that particular behavior. Church has something to do with that particular behavior. His location has something to do with that behavior. ഇങ്ങനെ പഠിക്കുന്നതാണ് എത്തിക്സ്. ഐ തിങ്ക് എല്ലാവരും മനസ്സിലാക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ പോയാൽ കുഴപ്പമുണ്ടോ? മനസ്സിലാവുന്നുണ്ട് സാറേ. മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. അപ്പോഴ് ഓരോ മനുഷ്യരും ബിഹേവ് ചെയ്യുന്നതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് മൊറാലിറ്റിയും. എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ആയിത്തീർന്നത് എന്ന് പഠിക്കുന്നത് എത്തിക്സും. എന്തുകൊണ്ടാണ് ശരി, എന്തുകൊണ്ടാണ് തെറ്റ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്ന പെരുമാറ്റ ശാസ്ത്രം വിമർശനത്തോടുകൂടി ക്രിട്ടിക്കലായും പിന്നെ അനലൈസ് ചെയ്ത് വിലയിരുത്തുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ്, ക്രിസ്തീയ ശാസ്ത്രശാഖയാണ് എത്തിക്സ്. ഇനി ഇതിന് രണ്ടിനെയും തലങ്ങൾ രണ്ടും രണ്ടാണ്. ഒന്നിന് സിദ്ധാന്തമുണ്ട്, തിയറീസ് ഉണ്ട്, ഒന്നിന് സിദ്ധാന്തമില്ല. ഒന്നിൻ്റെ സിദ്ധാന്തം നമുക്കെല്ലാവർക്കും കയറി തർക്കിച്ച് ചോദിക്കാവുന്ന സിദ്ധാന്തങ്ങളാണ് എത്തിക്സിന്. അത് വിശകലനം തരണം. നമ്മളിന്ന് അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് വിശകലനം തരണം. ആ വിശകലനം, എന്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഡിസിഷൻ എടുത്തു, ആ ഫണ്ട് ഞങ്ങൾ ഇന്ന കാര്യത്തിന് ഉപയോഗിക്കാൻ ഡിസിഷൻ എടുത്തു, എൻ്റെ റീസൺ ഇതാണ്, അതിൻ്റെ മിഷൻ റീസൺ ഇതാണ്, എൻ്റെ സ്പിരിച്വൽ റീസൺ ഇതാണ്, അതിൻ്റെ കോണ്ടെക്ച്വൽ റീസൺ ഇതാണ്, അതിൻ്റെ വയബിലിറ്റി ഇതാണ്, അത് ലോജിക്കലായി റീസണബിളായി അക്സെപ്റ്റബിളായ രീതിയിൽ നമുക്ക് എക്സ്പ്ലനേഷൻ തരണം പൊതുസമൂഹത്തിന്. അങ്ങനെ തരുന്ന പഠനമാണ് ക്രിസ്ത്യൻ എത്തിക്സ്. എന്താ കാര്യം എന്നറിയാമോ? സർവദേശീയമായ ഗ്ലോബലി വാലിഡായ ചില മൂല്യങ്ങളുണ്ട്, ലോക്കലി വാലിഡായ ചില മൂല്യങ്ങളുണ്ട്. എല്ലാ ലോക്കലി വാലിഡായ മൂല്യങ്ങളും ഗ്ലോബലി വാലിഡ് അല്ല. Contextual values may not be acceptable globally or cosmically. In such cases,
certain area, certain context, something is valuable. For example, just example, dating. അത് ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ അത് വാലിഡ് ആണ്. എന്നാൽ ഏഷ്യൻ കൺട്രീസിൽ നിങ്ങൾക്കറിയാം, കേരളത്തിൽ അത് വാലിഡ് അല്ല. വാലിഡ് ആണ്, പക്ഷെ അത് അക്സെപ്റ്റബിൾ അല്ല. ഇവിടുത്തെ ക്ലാസിക്കൽ തോട്ട്സ്, പെന്തക്കോസ്റ്റൽ ആൻഡ് ക്രിസ്ത്യൻ തോട്ട്സ് വിൽ നോട്ട് അഗ്രി ഫോർ ദാറ്റ്. ഞാൻ പറഞ്ഞത്, ചിലര് അന്യായമായ തണുപ്പ് രാജ്യങ്ങളിൽ ചിലപ്പോൾ 10% ഇൻടോക്സിക്കൻ്റ് ഡ്രിങ്ക് അനുവദിച്ചെന്ന് വരാം. അതിനെ പ്രോബ്ലം കാണുന്നില്ല. എന്നാൽ മറ്റ് രാജ്യത്ത് അതിന് വാല്യൂഡ് അല്ല, അത് അക്സെപ്റ്റബിൾ അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ക്രിസ്ത്യൻ ആക്ഷൻസ്, ക്രിസ്ത്യൻ ബിഹേവിയർ കോണ്ടെക്സ്റ്റിലും ഗ്ലോബലിലുമായിട്ട് വ്യത്യാസമുണ്ട്. വസ്ത്രധാരണം യൂറോപ്യൻ അമേരിക്കൻ കോണ്ടെക്സ്റ്റിൽ ഏത് വസ്ത്രം ധരിച്ചാലും അക്സെപ്റ്റബിൾ ആണ്. അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ട്രഡീഷനും ക്ലാസിക്കൽ തോട്ട്സും ബിലീഫ് സിസ്റ്റവും വെരി ഏൻഷ്യൻ്റ് ആയതുകൊണ്ട് നമുക്കതിനെ ഓവർകം ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നവർക്ക് ന്യായീകരിക്കാണ്ട്, ശരിയാണെന്ന് പറയുന്നവർക്കും ന്യായീകരിക്കാണ്ട്. അപ്പോൾ ഗ്ലോബൽ വാല്യൂസും കോണ്ടെക്ച്വലി റെലവൻ്റ് ആയിരിക്കുന്ന വാല്യൂസും സംടൈംസ് ഇറ്റ് ഡിഫേഴ്സ്. ഫോർ അനദർ എക്സാമ്പിൾ, ഫെലോഷിപ്പ്. ഈ പ്രെയർ കഴിഞ്ഞാൽ ഫുഡ് കൊടുക്കുക എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ വളരെ ഹൈ റെസ്പെക്റ്റിൻ്റെയും കൂട്ടായ്മയുടെ ഒരു ഫിസിക്കലായ ആസ്പെക്റ്റും കൂടെയാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ പല ചർച്ചസും അത് വേണ്ട, സ്റ്റോപ്പ് ചെയ്യുക. കാര്യം സഭയിൽ 40% പാവപ്പെട്ടവരും 20%, 30% മിഡിൽ ക്ലാസ്സും 10-20% അപ്പർ ക്ലാസ്സും. അപ്പോൾ ലോവർ ക്ലാസ്സിൽ വരുന്ന ആളുകൾക്ക് നന്നായി ദിസൽക്കാരം ചെയ്യാൻ പറ്റത്തില്ല. ആയതുകൊണ്ട് അവർ പറയുന്നത് എന്താണ്, പ്രെയർ മതി, ഒരു കപ്പ് ചായ കൊടുത്താൽ മതി, ബാക്കിയെല്ലാം നിർത്തിയേരെ. So my point of argument or my point of explanation is that virtues and values, morality and ethical concerns are different according to the situation and context. എസ്പെഷ്യലി അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണ് സിറ്റുവേഷൻ എത്തിക്സ് തിയറി ജന്മം കൊണ്ടത്. അത് ജോസഫ് ഫ്ലെച്ചറിൻ്റെ ക്രിസ്ത്യൻ എത്തിക്സ് ആണ്. പ്രിൻസ്റ്റൺ തിയോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ 1960s പ്രൊഫസറായിരുന്നു. അദ്ദേഹം കൊണ്ടുവന്ന ഏക തിയറിയാണ് യൂറോപ്യൻ രാജ്യങ്ങളെ കീഴ്മേ മറിച്ച് മൊറാലിറ്റിയെ നശിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത്, ലവ് എത്തിക്സ്. ഇഫ് ടു പേഴ്സൺസ് ആർ ഇൻ അഗ്രിമെന്റ് വിത്ത് ദെയർ ലവ് ആസ്പെക്ട്, they can enter into any act. In between two agreements, there is no sin. In between two agreements, there is no sin. അത് ആ രാജ്യങ്ങളെ, ആ കോണ്ടെക്സ്റ്റിനെ നശിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ ലേറ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് 30 years കഴിഞ്ഞപ്പോഴത്തേക്ക് അബോള, എയ്ഡ്സ് ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ വർദ്ധിച്ചു. ഞാൻ പറഞ്ഞത്, ഓരോ ആക്ഷനും ഓരോ പ്രവൃത്തികളും റൈറ്റായിട്ട് എടുത്തില്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് ചിലത് പെട്ടെന്ന് 20 years, 30 years, 10 years ഈ ലെവലിലാണ് വെളിപ്പെടുന്നത്, വിസിബിൾ ആകുന്നത്. റോങ് ഡിസിഷൻ എടുക്കും. 5 കൊല്ലം കഴിയുമ്പോൾ അയ്യോ ഒന്ന് ഡിസിഷൻ എടുത്ത് തെറ്റായിപ്പോയി എന്ന് പറയുന്ന കേൾക്കാം. ഈയിടെ ഒരു പ്രസംഗത്തിൽ കേട്ടു, 85 വയസ്സുള്ള അപ്പച്ചനും 80 വയസ്സുള്ള അമ്മച്ചിയും തർക്കമായി, ഭയങ്കര തർക്കമായി, ഭയങ്കര പിണക്കമായി. അന്നേരം അമ്മച്ചി പറഞ്ഞതാ, 80 വയസ്സ് കഴിഞ്ഞ് അമ്മച്ചി പറഞ്ഞെന്നാ പറയുന്നത്, അന്നേ നിങ്ങൾ പെണ്ണ് കാണാൻ വന്നപ്പോഴേ ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞ എനിക്ക് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ എൻ്റെ അമ്മയും അപ്പനും എൻ്റെ മറ്റ് സിബ്ലിങ്സും അല്ല നല്ലതാ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അഗ്രി ചെയ്തതാണ്. അപ്പം തിങ്ക് അബൌട്ട് ദാറ്റ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ആ അമ്മയുടെ മനസ്സിലെടുത്ത ഡിസിഷനെ കുറിച്ച്, പൂർവ്വകാല ഡിസിഷനെ കുറിച്ച് കൺഫേമിറ്റി വന്നില്ല. മക്കളായി, കൊച്ചുമക്കളായി. പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുമല്ലോ. ഇന്നലകളിൽ പൂർവ്വകാലങ്ങളിൽ എടുത്ത ഡിസിഷൻസ്
നല്ലതാണോ പനലാണോ എന്ന് ഓർത്ത് റിഗ്രറ്റ് ചെയ്യാൻ ഇടവരാതിരിക്കാൻ നാം എടുക്കുന്ന ഡിസിഷൻസും എൻട്രി ചെയ്യുന്ന ആക്ടിവിറ്റീസും നാം ചെയ്യുന്ന ഡൂയിങ്സും DOING ഡൂയിങ്സും ഓർത്ത് റിഗ്രറ്റ് ചെയ്യാൻ ഇടവരാതെ ക്രിസ്ത്യൻ മോറൽ ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് എടുക്കുവാൻ പ്രാപ്തി നൽകുന്ന, ഗൈഡ് നൽകുന്ന, വഴികാട്ടി നൽകുന്ന, വെളിച്ചം നൽകുന്ന പഠനശാഖയാണ് ക്രിസ്ത്യൻ എത്തിക്സ്. അല്ലാതെ ക്രിസ്ത്യൻ എത്തിക്സ് ഈസ് നോട്ട് എ ബാഗ് ഓഫ് ആൻസേഴ്സ് ടു ഓൾ മോറൽ ക്വസ്റ്റ്യൻസ്. മനുഷ്യന്റെ ജീവിതത്തിൽ ഉതിർത്തിരിഞ്ഞു വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും പരിഹാരം പറയുന്ന ഒരു ബാഗ് ഓഫ് ആൻസേഴ്സ് അല്ല ക്രിസ്ത്യൻ എത്തിക്സ്. അതെങ്ങനെയാണെന്ന് അറിയാം. ആളുകൾ ചോദിക്കും, എനിക്ക് സ്മോക്ക് ചെയ്യാവോ? പാസ് പറ, യെസ് ഓർ നോ എന്ന് പറഞ്ഞാൽ മതി. യെസ് ഓർ നോ എന്നതിനെങ്ങനെ ഉത്തരം പറയുന്നത്? ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ എനിക്ക് വേറൊരു കാര്യം ചെയ്യാവോ? യെസ് ഓർ നോ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അതിന് അല്പം സമയം വേണം. അതിൻ്റെ വേരിയസ് പെർസ്പെക്റ്റീവ്സ്, വേരിയസ് വ്യൂസ് പറയണം, അതിൻ്റെ ചരിത്രം പറയണം, അതിൻ്റെ വിക്ടിംസ് ആയ ആളുകളെ കുറിച്ച് പറയണം. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ അത് കറക്റ്റ് ആയിരിക്കും. വാട്ട് ഐ ഹാവ് ബീൻ ടോക്കിംഗ് ടു യു ദിസ് മോർണിംഗ്, ദെയർ ഈവനിങ്, ഈസ് ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. മൊറാലിറ്റിയും എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു പോകുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായോ ആ ഭാഗം? എല്ലാവരും പോയോ? താങ്ക് യു. താങ്ക് യു. വല്ലപ്പോഴും ഒക്കെ ആളുകളില്ലെങ്കിൽ ഞാൻ ഈ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നും. തന്നെയല്ല നിങ്ങളെ ഞങ്ങള് കേൾക്കുന്നുണ്ട് സാറേ. ഫ്ലോ പോകാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ മിണ്ടാതിരിക്കുന്ന. പിന്നെ ലിസണിങ് നിങ്ങൾ ഉണ്ടോ? ഇതൊക്കെ ഈ പരീക്ഷ ടോഫലും IELTS ഒക്കെ എഴുതിയിട്ടുണ്ടോ? കാണുമല്ലോ. ഉണ്ട്. ലിസണിങ് ഓപ്പറേഷൻ നടക്കുന്നത് വേറൊരു ഭാഗത്തൂടെ, സ്പീച്ച് ഓപ്പറേഷൻ നടക്കുന്ന മറ്റൊരു ഭാഗത്തൂടെ. രണ്ടിന്റെ ഫ്രീക്വൻസി ശ്രദ്ധിച്ചാൽ രണ്ടും നടക്കും. പൈസലോട്ട് തമാശ പറഞ്ഞാൽ. വാട്ട് ഈസ് ഈ സോഴ്സ് ഓഫ് മൊറാലിറ്റി? മൊറാലിറ്റിയുടെ സോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഉത്ഭവസ്ഥാനം ഏതാണ്? 1 സമൂഹം, 2 വിശ്വാസ പ്രമാണം, 3 സംസ്കാരം, 4 വ്യക്തികളുടെ മനസാക്ഷി, 5 പാരമ്പര്യം, 6 സമൂഹത്തിൻ്റെ എഗ്രിമെന്റ്. ഇതൊക്കെയാണ് ഏത് സോഴ്സ്, ഉറവിടം. നമ്മളുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ, നല്ല പെരുമാറ്റ ജീവിതത്തിൻ്റെ സോഴ്സ് ഏതാണ്? ഉറവിടം ഏതാണ്? 1 നമ്മളുടെ സൊസൈറ്റി, ഏത് സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. 2 ഏത് വിശ്വാസ പ്രമാണത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നത്. 3 നമ്മളുടെ മനസാക്ഷി, ഹാർഡ് മൈൻഡ് ആണോ, സോഫ്റ്റ് മൈൻഡ് ആണോ, അതോ മോഡറേറ്റ് മൈൻഡ് ആണോ? There are people with a moderate mind, there are people with a so bad mind, cut and right, I don't bother. Who are they? അപ്പോൾ ഏത് മനസാക്ഷിയാ? മനസാക്ഷിയുടെ രീതിയിലായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത്. പിന്നെ നമ്മളുടെ പാരമ്പര്യം, പിന്നെ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ വാല്യൂസ്. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ സോഴ്സസ്, ഉറവിടം ഏതൊക്കെയാണ്. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായി ക്രിസ്ത്യൻ എത്തിക്സിൻ്റെ ഉറവിടം ഏതൊക്കെയാണ്? ക്രിസ്ത്യൻ എത്തിക്സിൻ്റെ ഉറവിടം 1 ഫിലോസഫി, തത്വചിന്ത, 2 ദൈവശാസ്ത്രം, വേദശാസ്ത്രം, തിയോളജി, 3 പ്രൊഫഷണൽ ആയിരിക്കുന്ന റൂൾസ്, റെഗുലേഷൻസ്, കോഡ്സ്, CODS, കോഡ്സ്, ഡോക്യുമെന്റ്സ്. ക്രിസ്ത്യൻ എത്തിക്സ് എപ്പോഴും ബേസ് ചെയ്തിരിക്കുന്ന ഒരു ഫിലോസഫിയിലായിരിക്കും. ഡിയോണ്ടോളജി ഫിലോസഫി, ടീലിയോളജി ഫിലോസഫി, ഇമ്മാനുവൽ കാന്റിൻ്റെ ഫിലോസഫി, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ഫിലോസഫേഴ്സിൻ്റെ, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ് അവരുടെ ഫിലോസഫി, അവരൊക്കെയാണ് ക്രിസ്ത്യൻ എത്തിക്സിന് ഫൗണ്ടേഷൻ നൽകി തന്നിരിക്കുന്നത്. അപ്പോൾ തത്വചിന്തയുടെ അടിസ്ഥാനത്തിൽ എത്തിക്സിനെ, ക്രിസ്ത്യൻ പെരുമാറ്റത്തെ മനസ്സിലാക്കുവാൻ 1 നമുക്ക് ദൈവശാസ്ത്രം അല്പം അറിവ് വേണം. 2 ഫിലോസഫി, ആ പ്രവൃത്തിയെക്കുറിച്ച് പിന്നിലുള്ള ഫിലോസഫി എന്താണെന്ന് അല്പം അറിഞ്ഞിരിക്കണം. പിന്നെ അതിൻ്റെ പ്രൊഫഷണലായിരിക്കുന്ന ചട്ടങ്ങൾ എന്തൊക്കെയാണ്,
കോഡ് ഓഫ് കോണ്ടക്ട് എന്താണ്, അതിനെക്കുറിച്ച് ഇന്റർനാഷണൽ ബിൽസോ റൂൾസോ ഡോക്യുമെന്റ്സോ വല്ലതും ഉണ്ടോ, പേപ്പൽ എൻസൈക്ലിക്കൽസ് വല്ലതും ഉണ്ടോ? ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ഉറവിടമാണ് ക്രിസ്ത്യൻ എത്തിക്സിൻ്റെത്. ക്രിസ്ത്യൻ മൊറാലിറ്റിയുടെ കൂടുതലും ഏതാണ്? വ്യക്തിപരമായ മനസാക്ഷിയും വ്യക്തിപരമായ വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് മൊറാലിറ്റിക്ക് ഉറവിടമായി നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ പരിധി എന്താണ്? ഇതിൻ്റെ ബൗണ്ടറി, മൊറാലിറ്റിയുടെ ബൗണ്ടറിയും ക്രിസ്ത്യൻ എത്തിക്സിൻ്റെ ബൗണ്ടറിയും എന്താണെന്ന് നോക്കാം. മൊറാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ബൗണ്ടറി അല്ലെങ്കിൽ അതിൻ്റെ സ്കോപ്പ് അത് വ്യക്തിപരവും സാമൂഹികവുമായ പെരുമാറ്റങ്ങളിൽ അടിസ്ഥാനത്തിലാണ്. ഫോർ എക്സാമ്പിൾ, സത്യസന്ധത സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു മൊറാലിറ്റിയാണ്, ഒരു വെർച്യു ആണ്. പിന്നെ പെരുമാറ്റത്തിൽ ലൈംഗികത ഇല്ലായ്മ, പെരുമാറ്റത്തിൽ സ്വാഭാവിക, ഇത് സമൂഹം അംഗീകരിച്ചിരിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒരു മൊറാലിറ്റിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള അതിൻ്റെ സ്കോപ്പ്, ഞാൻ പറഞ്ഞ ബൗണ്ടറി, അപ്പൊ ഇങ്ങനെ ബൗണ്ടറികളുടെ അകത്ത് നിന്നുകൊണ്ട് പെരുമാറാൻ സഹായിക്കും. അതാണ് ഈ സബ്ജക്റ്റിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാള് ലഭിക്കപ്പെട്ട ബൗണ്ടറിക്കകത്ത് നിന്ന് ഭാഷ ഉപയോഗിച്ച് പെരുമാറുമെങ്കിൽ റിലേഷൻഷിപ്സ് ലോങ് സ്റ്റാൻഡിങ് ആയിരിക്കും, റിലേഷൻഷിപ്പ് ബെറ്റർ ആയിരിക്കും, റിലേഷൻഷിപ്പ് ഫ്ലവറിങ് ആയിരിക്കും. ഒറ്റയടിക്ക് കുറച്ച് കഴിയുമ്പോൾ റിലേഷൻഷിപ്പിൽ ബ്രേക്കിംഗ് വരത്തില്ല, ഒറ്റയടിക്ക് റിലേഷൻഷിപ്പിൽ ആക്സിഡന്റ് ഉണ്ടാകത്തില്ല. ആക്സിഡന്റ് മീൻസ് റിലേഷൻഷിപ്പ് എന്ത് ചെയ്യത്തില്ല, പാനിക്കാകത്തില്ല, അത് നഷ്ടമാകുകയില്ല. അപ്പോൾ ക്രിസ്ത്യൻ മൊറാലിറ്റിക്ക് ഒരു സ്കോപ്പുണ്ട്, ഒരു പരിധിയുണ്ട്. അതുപോലെ ക്രിസ്ത്യൻ എത്തിക്സിനും ഒരു പരിധിയുണ്ട്. ക്രിസ്ത്യൻ എത്തിക്സിന്റെ പരിധി എന്ന് പറയുന്ന സാമൂഹിക വിഷയങ്ങളിൽ ഉദാഹരണം ബിസിനസ് എത്തിക്സ്, ബയോമെഡിക്കൽ എത്തിക്സ്, സോഷ്യൽ ജസ്റ്റിസ് എത്തിക്സ്, ക്രൈസ്തവ അപ്രോച്ച് ടു സൊസൈറ്റി, ഇങ്ങനെയുള്ള സാമൂഹിക വിഷയങ്ങൾ, ക്രിസ്ത്യൻ അപ്രോച്ച് ടു പോവർട്ടി, സാമൂഹിക വിഷയങ്ങളിൽ സങ്കീർണമായ ക്രൂഷ്യലായ സാമൂഹിക വിഷയങ്ങളിൽ എങ്ങനെ സഭയും വ്യക്തികളും കുടുംബങ്ങളും പെരുമാറണമെന്ന് കൂടുതൽ ശക്തി ഊർജവും തരുന്നത് എത്തിക്സ് എന്ന സബ്ജക്റ്റിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, Pentecostal type communities, evangelical group, revival group communities are not interested in social issues. They are rather interested in church growth, mission work, and family counseling, etc. നിങ്ങൾ പഠിച്ചു നോക്കിക്കേ, നമ്മൾ ഇൻട്രസ്റ്റഡ് ഏതാ? ചർച്ച് ഗ്രോത്ത്, മിഷൻ വർക്ക്, ഫാമിലികളെ ഉറപ്പിക്കുവാൻ കൗൺസിലിങ്, വ്യക്തികളെ റിലേഷൻഷിപ്പിനെ ഉറപ്പിക്കുവാൻ കൗൺസിലിങ്, ഇതൊക്കെയാണ് നമ്മളുടെ ഇടയിൽ കൂടുതലായിട്ട് ഉള്ളത്. എന്താ കാര്യം? നമ്മളുടെ വി ബിലീവ് ഇൻ സച്ച് എ കാറ്റഗറി, ആ ഒരു പരിധിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് എടുക്കാൻ കഴിയുന്നില്ല, സാമൂഹിക വിഷയങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല. എന്നാൽ കാത്തലിക് ചർച്ച് മറ്റിതര എപ്പിസ്കോപ്പൽ സഭകൾ ചെയ്യുന്നത് എന്താണെന്നറിയാം? അവർ സോഷ്യൽ ഇഷ്യൂസിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. സോഷ്യൽ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യാൻ എംപ്ലോയ്മെന്റ് ഇല്ല, എംപ്ലോയ്മെന്റ് കൊടുക്കണം, സ്കൂൾ തുടങ്ങുക, അവരുടെ കമ്മ്യൂണിറ്റിയിൽ അൺഎംപ്ലോയിഡ് ആളുകളുടെ നമ്പർ വർദ്ധിക്കുന്നു, തൈകട തുടങ്ങുക, അല്ലെങ്കിൽ ഡിസ്പെൻസറി തുടങ്ങുക, ആശുപത്രി തുടങ്ങുക. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ, 70% അവരുടെ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ എംപ്ലോയ്മെന്റും കൊടുക്കുക, 10-30% അതർ കമ്മ്യൂണിറ്റിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ സോഷ്യൽ ഇഷ്യൂസിനെ മോർ അവർ അഡ്രസ്സ് ചെയ്യുന്നു, നമ്മൾ സോഷ്യൽ ഇഷ്യൂസിനെ ലെസ് അഡ്രസ്സ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി സ്കൂളുകളില്ല, ഒത്തിരി ആശുപത്രികളില്ല, ഒത്തിരി സ്ഥാപനങ്ങളില്ല. കാര്യം നമ്മുടെ ചർച്ച് ഗ്രോത്ത്, ചർച്ച് പ്ലാന്റിങ്, ചർച്ച് മിഷൻ, പിന്നെ ബിൽഡിംഗ് അപ്പ് സ്ട്രോങ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഫോർ ക്രിസ്ത്യൻ കൗൺസിലിംഗ്, ഈ ഫോക്കസിലൂടെ നമ്മൾ പോകുന്നു. ഞാൻ പറഞ്ഞ വ്യക്തിപരമായ മൊറാലിറ്റിക്കും വ്യക്തിപരമായ വളർച്ചയ്ക്കും പെർമനന്റ് ആയ വാല്യൂ ബേസ്ഡ് ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ചർച്ചിലൂടെ ഡെവലപ്പ് ചെയ്യാൻ, ദൈവസഭയ്ക്കകത്തൂടെയും ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അകത്തൂടെയും ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ഈസ് ഡിഫറെൻറ്റ്, മറ്റേ ആളുകളുടെ ഫോക്കസ് ഈസ് ഡിഫറെൻറ്റ്. ഈ കാരണം കൊണ്ടാണ് ഇന്നും നമ്മളുടെ ആളുകൾ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. അതെ, വിശ്വാസികൾക്ക് രാഷ്ട്രീയത്തിൽ ഇടപെടാവോ?
രാഷ്ട്രീയ പാർട്ടി വേണമോ? ഇന്ന് കുമ്മനാട് കൺവെൻഷനിലെ 2 ദിവസത്തെ വിഷയവും ചർച്ചയും ഇപ്പോൾ അതാണ്. സോഷ്യൽ ഇഷ്യൂ ആണ്, പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, രാഷ്ട്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ജനങ്ങളുടെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇടപെടാന്ന് പറയും. കാര്യം എന്താണെന്നറിയോ? ദൈവസഭയെ നാം ബിൽഡ് ചെയ്യുന്നത് പോലെ സംസ്ഥാനത്തെ നാം ബിൽഡ് ചെയ്യാൻ നമ്മുടെ ഇടയിൽ പ്രാപ്തന്മാരുണ്ടെങ്കിൽ അവർ പോയി ഇടപെട്ടോട്ടെ എന്ന് പറയും. എന്നാൽ അവിടെ ഞാൻ പറയുന്ന അഭിപ്രായത്തിന് ഒരു പ്രോബ്ലം ഉണ്ട്. പ്രോബ്ലം എന്താണെന്നറിയോ? അതിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആളുകൾ അതിലെ പൊടിയും അഴുക്കും അതിലെ മ്ലേച്ഛതയും എൻജോയ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? രാഷ്ട്ര നിർമ്മാണത്തിൽ അവർക്ക് ഇടപെടാൻ പറ്റത്തുള്ളൂ. അതിലെ പൊടിയും അതിലെ അഴുക്കും അതിലെ ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൽ വരുന്ന ആ പാർട്ടിക്കിൾസ് എല്ലാമേ സ്വീകരിച്ചുകൊണ്ടേ അബ്സോർവ് ചെയ്തുകൊണ്ടേ പാനൊക്കൂ. കാര്യം സ്റ്റേറ്റിൽ 140 MLA-മാരുണ്ടെങ്കിൽ ഒരു 5 പേരെ കാണും, അല്ലെ 4 പേരെ കാണും, ബാക്കി ആളുകളെല്ലാം സെക്കുലറാണ്. അപ്പോഴവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കോംപ്രമൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇങ്ങനെ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ മണവാട്ടി സഭയെ ബിൽഡ് ചെയ്യുന്നു, ദൈവരാജ്യത്തെ ബിൽഡ് ചെയ്യുന്നു. അവർ മണവാട്ടി സഭയും ദൈവരാജ്യത്തെയും ബിൽഡ് ചെയ്യുന്നു എന്നുള്ള പദങ്ങൾ ഉപയോഗിക്കാതെ മാനവികതയ്ക്കും മനുഷ്യന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്ന മാനവികതയും മനുഷ്യന്റെ ഉയർച്ചയും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും പോപ്പുലേഷൻ നിയന്ത്രണവും പാലം പണിയിലും റോഡ് പണിയിലും ഇങ്ങനെയുള്ള കൺവീനിയൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് രണ്ടും വേണ്ടേ? മാർട്ടിൻ ലൂതറും അഗസ്റ്റിനും എല്ലാം പറയുന്നത് രണ്ടും വേണമെന്നാണ്. ഒന്ന്, ദൈവത്തിൻ്റെ ഡയറക്റ്റ് നിയന്ത്രണത്തിലുള്ള ദൈവസഭ പോകുന്നത് പോലെ സൊസൈറ്റി ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു റിലമാണ്, അതും വേണമെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ രണ്ടും വാദങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന് താല്പര്യവും വിശുദ്ധിയും ദൈവകൃപയും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ചിലർക്ക് ഇറങ്ങി പ്രവർത്തിക്കാമെങ്കിൽ പ്രവർത്തിച്ചോ. എല്ലാവർക്കും അത് പറ്റത്തില്ല, എല്ലാവർക്കും അത് പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ എത്തിക്സിന്റെ പരിധി, സ്കോപ്പ് ആൻഡ് ബൗണ്ടറീസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സങ്കീർണമായ സാമൂഹിക വിഷയങ്ങൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് ഒത്തിരി, നിങ്ങളൊരു വികസിത രാജ്യത്തിലായതുകൊണ്ട് നിങ്ങൾക്ക് കണ്ടമാനം അറിയാം. പിന്നെ കള്ളം പറയുന്നത് തെറ്റാണ് എന്ന് ഏതാണ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിരിക്കുന്ന ഒരു എത്തിക്കൽ നോമാണ്. അത് എല്ലാ സാഹചര്യങ്ങളിലും കള്ളം തെറ്റാണോ എന്ന് ചിലർ ചോദിക്കും. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ കള്ളം പറയാമോ? അപ്പോൾ അതിൻ്റെ തിയറി എന്തോന്നറിയോ? കള്ളം പറയാം, ഒരു പ്രാണനെ രക്ഷിക്കാനാണെങ്കിൽ കള്ളം പറയാം. അതിന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ഭയങ്കര ശക്തമായ തോമസ് അക്വിനാസിസ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ തിയറി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഭക്തയായ ഒരു സഹോദരിയാണ്, നിങ്ങൾ രാവിലെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി നിന്ന് കഴിയുമ്പോൾ ഒരാൾക്കൂട്ടവും ബഹളവും ഓടി വരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക്. അത് ഭയങ്കരമായ വടിയും തടിയുമായിട്ടൊരു ഗ്രൂപ്പ് ഓടി വരുന്നു. ഒരാൾ നിങ്ങളുടെ വീടിൻ്റെ പുറകിലൂടെ നിങ്ങളുടെ അടുക്കളയിലൂടെ കയറി വന്ന് നിങ്ങളുടെ കട്ടിലിൻ്റെ കീഴിൽ സ്ഥാനം പിടിച്ചു. നിങ്ങളത് കണ്ടു. അപ്പം നിങ്ങളുടെ മുമ്പിലെ ഡോറിലൂടെ വന്ന് ചോദിക്കുകയാണ്, ഒരു കള്ളൻ ഇങ്ങോട്ട് വന്നായിരുന്നോ, കണ്ടായിരുന്നോ? അപ്പോഴ് ആ സമയത്ത് കണ്ടു, എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ശരി പറയും. പക്ഷേ ആ പ്രാണനെ രക്ഷിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. പ്രാണനെ രക്ഷിക്കാൻ കഴിയുമോ? അപ്പോൾ മറുചോദ്യം, ഇല്ല, അദ്ദേഹം നാണ്ട് ഇതിലേക്കൂടെ അങ്ങ് പുറകോട്ട് പോയി എന്ന് പറഞ്ഞാൽ ഒരു ക്രൗഡിനെ, ഒരു മാസിനെ സ്ലൈഡ് ചെയ്ത് പറഞ്ഞു വിടാം. അതിനുശേഷം ഈ വ്യക്തിയെ പേഴ്സണലായിട്ട്, നീ ഇനി മേലാൽ ഇങ്ങനെ ചെയ്ത്, ഞാൻ നിന്റെ പ്രാണനെ രക്ഷിച്ചതാണ്, ഞാൻ കള്ളത്തരത്തിന് കുറ്റം, നീ എന്താണ് കുറ്റം ചെയ്ത്? അപ്പോൾ ഒരാളെ കൊന്നേച്ചു വരികയാണ്, അല്ലെങ്കിൽ ഒരു റേപ്പ് കഴിഞ്ഞ് കില്ല് ചെയ്തിട്ട് വരികയാണ്, അതുകൊണ്ട് ഇനി മേലാൽ ചെയ്യത്തില്ല ചേച്ചി എന്ന് പറഞ്ഞു, കരഞ്ഞു, കൺഫസ് ചെയ്ത് പോകുന്നു. നമ്മുടെ അപ്രോച്ച് ഇതാണ്, കുറ്റബോധം വരുത്തുക. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ എത്തിക്സും മൊറാലിറ്റിയും. കള്ളം പറയാമോ? ഗ്ലോബലി വാലിഡ് ആണോ? ചില അവസരങ്ങളിൽ ഒരു പ്രാണനെ രക്ഷിക്കാൻ, ഒരു ജീവനെ രക്ഷിക്കാൻ, ഒരു അടിയും വഴക്കും തർക്കവും ഒഴിവാക്കാൻ ഒരു വ്യക്തിയുടെ ഫാബ്രിക്കേറ്റഡ് ഒരു ആൻസർ മതിയായിരിക്കും. അതിനെ കള്ളമെന്ന് ദൈവം തമ്പുരാൻ കരുതുമോ?
അതിനെ കള്ളമെന്ന് ദൈവം തമ്പുരാൻ കരുതുമോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ധാരാളം ഉണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? തെറ്റ് ശരി നിശ്ചയിക്കുന്നതിന് ഗ്ലോബലി ആൻഡ് കോസ്മിക്കലി ഈസ് ഡിഫറെൻറ്റ്, കോണ്ടെക്ച്വലി ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് എക്സ്പ്ലനേഷൻ I have been talking with you. Yeah, there is a sister, she won't understand Malayalam. Densi am തോന്നുന്നു. Yes, yes, yes. Yeah, Densi ഇപ്പോൾ ഇന്ന് വല്ലതും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Yeah, okay. ഞാൻ വേണമെങ്കിൽ ഇച്ചിരൂടൊക്കെ പറയാൻ നോക്കാം. എൻ്റെ ലാംഗ്വേജോ എൻ്റെ പെർസെപ്ഷനോ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ I think it is good. Yeah, when I want, I will let you know if I want it in English. Okay, good, good. അപ്പോൾ ഇതുവരെ പറഞ്ഞ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. സെക്കൻഡ്, വാട്ട് ഈസ് എ സോഴ്സ് ഓഫ് മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. തേർഡ്, വാട്ട് ഈസ് ദി സ്കോപ്പ് ആൻഡ് പരിധി, ബൗണ്ടറി ആൻഡ് സ്കോപ്പ് ഓഫ് ദി മൊറാലിറ്റി ആൻഡ് എത്തിക്സ്. ഹൗ വിൽ യു ഡിസൈൻ വിച്ച് ഈസ് റൈറ്റ്, വിച്ച് ഈസ് റോങ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. ഇനി വളരെ ഫ്യൂ മിനിറ്റ്സ് നമ്മുടെ ഇന്നത്തേക്കുള്ളൂ. ഇത്രയും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? എനിവൺ? ഒരു ഡാളസിൽ നിന്നൊരു സഹോദരി ഉണ്ടായിരുന്നു, പേര് മറന്നു. എനി ഡൗട്ട്? ഇല്ല സാറേ. ഉണ്ടെങ്കിൽ പുള്ളിക്കാരി വാളണ്ടിയർ ആയിട്ടങ്ങ് ചോദിക്കും, വാളണ്ടിയർ ആയിട്ടങ്ങ് പ്രാർത്ഥിക്കും. അതൊക്കെ ഒരു ക്രിസ്ത്യൻ എത്തിക്സിലെ ഒരു പോസിറ്റീവ് ആസ്പെക്റ്റ് ആണ്. അപ്പൊ ഇല്ല, ഉള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അടുത്തതിലേക്ക് സംശയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കയറുന്നു. ഇനി അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യങ്ങൾ 3 ഉണ്ട്. ഒന്ന്, ജനറൽ എത്തിക്സ് / സെക്കുലർ എത്തിക്സ്. ജനറൽ എത്തിക്സ് എന്ന് പറയുന്നത് സെക്കുലർ എത്തിക്സ് ആണ്. 2, ബിബ്ലിക്കൽ എത്തിക്സ്. 3, ക്രിസ്ത്യൻ എത്തിക്സ്. അപ്പോൾ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ സെക്കുലർ ആളുകളായിരിക്കാം. സെക്കുലർ ആളുകളാകുമ്പോൾ അവർ എപ്പോഴും ഏതേ പറയത്തുള്ളൂ? ജനറലായ സെക്കുലർ എത്തിക്സേ പറയത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എത്തിക്കൽ വാല്യൂസും നോംസും ഏതാണ്? ബിബ്ലിക്കലാണ്. അപ്പോൾ ബിബ്ലിക്കൽ നോംസ് ആൻഡ് വാല്യൂസ് മേ നോട്ട് ബി ഓൾവേസ് ഇൻ അലയൻസ് വിത്ത് ഓർ ഇൻ എഗ്രിമെന്റ് വിത്ത് ദി സെക്കുലർ എത്തിക്സ്. സെക്കുലർ എത്തിക്സ് നോംസും കണ്ടീഷൻസും പ്രിൻസിപ്പിൾസും മേ നോട്ട് ബി ഇൻ എഗ്രിമെന്റ് വിത്ത് ബിബ്ലിക്കൽ എത്തിക്സ്. പക്ഷേ ഇത് രണ്ടും സംയോജിച്ചു പോകുന്നതിൻ്റെ പേരാണ് ക്രിസ്ത്യൻ എത്തിക്സ്. ഇത് രണ്ടും കൂടെ സംയോജിച്ചു പോകുന്ന എത്തിക്സിന്റെ പേരാണ് ക്രിസ്ത്യൻ എത്തിക്സ്. അപ്പം ജനറൽ എത്തിക്സ് അഥവാ സെക്കുലർ എത്തിക്സ് എന്ന് പറയുന്നത് മതപരമായ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനമില്ലാതെ മനുഷ്യന്റെ ബുദ്ധിയിൽ നിന്നും അനുഭവത്തിൽ നിന്നും സാമൂഹിക മൂല്യങ്ങളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒന്നാണ് ജനറൽ എത്തിക്സ്. അതായത് വിശ്വാസ പ്രമാണങ്ങൾ, മതപരമായ ഒരു പ്രത്യേകത ഗ്രന്ഥമോ അതിനില്ല. ദൈവവിശ്വാസത്തെ ആശ്രയിക്കാതെ മനുഷ്യന് പെർഫെക്റ്റ് ആയിട്ട് നന്നായി ജീവിക്കാൻ കഴിയും. അതിന് മാനവിക അനുഭവത്തിന്, മനുഷ്യന്റെ അനുഭവത്തിന് ശാസ്ത്രീയമായ പഠനങ്ങളുടെ ആവശ്യമില്ല. ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് ലോകസഹജമായ ഗ്ലോബലി വാലിഡായ ചില കാര്യങ്ങൾ പറഞ്ഞാണ് ജനറൽ എത്തിക്സ്. ഗ്ലോബലി വാലിഡ്, ഫോർ എക്സാമ്പിൾ, യു ഷാൽ നോട്ട് ലൈ, ഗ്ലോബലി വാലിഡ് ആണ്, ബിബ്ലിക്കലി വാലിഡ് ആണ്. യു ബി ഹോണസ്റ്റ്, ബിബ്ലിക്കലി വാലിഡ് ആണ്, ഗ്ലോബലി വാലിഡ് ആണ്. യു ബി ഇൻ ടൈം, ഗ്ലോബലി വാലിഡ് ആണ്, ബിബ്ലിക്കലി വാലിഡ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമുക്ക് എന്തായിട്ട് കാണാം? ജനറൽ എത്തിക്സ് എന്ന് കാണാം. ജനറൽ എത്തിക്സ്, ഗുഡ് സമരിറ്റൻ സ്റ്റോറി ഓഫ് ദി ന്യൂ ടെസ്റ്റമെന്റ്, ഗ്ലോബലി വാലിഡ് ആണ്. ആപത്തിൽ ഇട്ടിരിക്കുന്ന ഒരാളെ സഹായം ചെയ്യുക എന്നുള്ളത്. ഗ്ലോബലി സെക്കുലർലി വാലിഡ് ആണ്, ബിബ്ലിക്കലി വാലിഡ് ആണ്. എന്നാൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്, അത് അങ്ങനെ രണ്ടും വാല്യൂഡ് അല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് റീസൺ കൊണ്ടാണ്, ഞാൻ പറഞ്ഞല്ലോ, റീസൺ കൊണ്ടാണ്
മനുഷ്യാനുഭവത്തെ, ഹ്യൂമൻ എക്സ്പീരിയൻസിനെ മെഷർ ഔട്ട് ചെയ്യുന്ന ഹ്യൂമൻ റീസൺ കൊണ്ടാണ്. എത്തിക്സുകാർ എങ്ങനെയാണ് ചെയ്യുന്നത്? അവർക്ക് സോഷ്യൽ എഗ്രിമെന്റ് നിർബന്ധമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം സോഷ്യലി വെരിഫയബിൾ ആണോ, സോഷ്യലി എഗ്രീഡ് ആണോ, സോഷ്യലി ഹാർമോണിയസ് ആണോ, സോഷ്യലി അക്സെപ്റ്റബിൾ ആണോ എന്ന് നിശ്ചയമായും ചോദിക്കും. അപ്പോൾ അടിസ്ഥാനം എന്താണ്? കൃഷ്ണ എത്തിക്സിന്റെ ഗ്ലോബൽ ബേസ് എന്ന് പറയുന്നത് ഇതാണ്. എൻ്റെ ചിന്ത, എൻ്റെ പ്രവൃത്തി എല്ലാം പ്ലേറ്റോ പറഞ്ഞ പോലെയാണോ, അരിസ്റ്റോട്ടിൽ പറഞ്ഞ പോലെയാണോ, ഇമ്മാനുവൽ കാണ്ട് പറഞ്ഞതുപോലെയാണോ? ഞാൻ പറയുന്ന ചിന്തയ്ക്കും പ്രവൃത്തിക്കും എന്തെങ്കിലും യൂട്ടിലിറ്റേറിയൻ വാല്യൂ ഉണ്ടോ, ഉപയോഗപ്രദമായ മൂല്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് കമ്മ്യൂണിറ്റിക്കാണ്? മനുഷ്യ സമൂഹത്തിന് മൊത്തത്തിലാണോ, മൃഗജാലങ്ങൾക്കാണോ, നോൺ മൃഗജാലങ്ങളായിരിക്കുന്ന ഭൂമി, റിവർ ഇതുപോലെയുള്ളതിനാണോ എന്നൊരുത്തൻ്റെ, ഒരാളുടെ പ്രവൃത്തി അടിസ്ഥാനം കൊണ്ട് വിലയിരുത്തുന്ന പഠനശാഖയാണ് കൃഷ്ണ എത്തിക്സ് എന്ന് പിന്നെയും പറയുന്നു. അപ്പോൾ അതിൻ്റെ ഈ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അതിൻ്റെ സ്വഭാവം സർവ്വ മനുഷ്യരുടെയും നന്മയാണ്. സർവ്വ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുക, ഫോർ ദ ഗുഡ്നെസ് ഓഫ് ഓൾ ഹ്യൂമൻ ബീയിങ്. പിന്നെ 2, നോൺ റിലീജിയസ് ആകുക. നോൺ റിലീജിയസ് ആകുക. ദോസ് ഹു ആർ അഡ്രസ്സിങ് സെക്കുലർ വേൾഡ്, ഇൻവോൾവ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ വേൾഡ് ടു ചേഞ്ച് ഹ്യൂമൻ. നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പറയാമല്ലോ. ഇപ്പം നമ്മുടെ അവിടെ ഒരു പെങ്കൊച്ച്, പെന്തക്കോസാരി പെങ്കൊച്ച് കഴിഞ്ഞ പ്രാവശ്യം ക്രിക്കറ്റിനെ കണ്ട് ജയിച്ചപ്പോഴേ അവൾ താങ്ക് യു ജീസസ് എന്ന് പറഞ്ഞ് നമുക്ക് റീച്ച് ചെയ്യാനൊക്കാത്ത മണ്ഡലങ്ങളിൽ ആ പെൺകുട്ടി റീച്ച് ചെയ്തല്ലോ. അഗ്രസീവായിരിക്കുന്ന, കോറായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം ഞാനൊരു യേശുവിൻ്റെ ഡിസൈപ്പിൾ ആണെന്ന് അഡ്രസ്സ് ചെയ്തില്ലേ? അപ്പോൾ സോഷ്യൽ ഇഷ്യൂസിൽ അഡ്രസ്സ് ചെയ്യാൻ സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ സ്പോർട്സോ ഗെയിംസോ എഞ്ചിനീയറിങ്ങോ മെഡിസിനോ, ഈ ജോസ് പെരേരത്ത് എന്ന് പറയുന്ന ആളാണല്ലോ ആദ്യത്തെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്ത കേരളത്തിലെ. അദ്ദേഹം ഭയങ്കര ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ ഇവിടെ എല്ലാം വളരെ ഫേമസ്, നോബൽ പ്രൈസോ അല്ലല്ല ഇന്ത്യയിലെ പത്മഭൂഷണമൊക്കെ മേടിച്ച ആളാണ്. ഞാൻ റീസെൻ്റ്ലി അദ്ദേഹത്തിൻ്റെ ഒരു പ്രീച്ചിങ് കേട്ടു. അദ്ദേഹത്തിൻ്റെ കോട്ടയത്തുള്ള ഒരു മീറ്റിങ്ങിന് പോയി അറ്റൻഡ് ചെയ്തു. വേറെ കാരണം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വളരെ അപ്പീലിംഗ് ആയിട്ട് തോന്നി. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. അപ്പോൾ പുള്ളിക്കും ബോധ്യം, എനിക്കും ബോധ്യം, നമ്മുടെ പുരോഹിതന്മാർ പാസ്റ്റേഴ്സിൻ്റെ സമീപനം എത്തിക്സിനോടുള്ളതും മെഡിക്കൽ സയൻസിൻ്റെ സമീപനം എത്തിക്സിനോടുള്ളതും ഡിഫറെൻ്റ് ആണ്. അതിൽ ചില ആസ്പെക്ട്സ് ഉണ്ട്. മെഡിക്കലി ഇനി യാതൊരു പോസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മൈൽഡ് യുത്തനേഷ്യ പോലെ സ്വിച്ച് ഓഫ് ചെയ്യാം. പക്ഷേ ബൈബിൾ പറയുന്ന ബിബ്ലിക്കൽ കൺസെപ്റ്റ് എന്ന് അതും പാടില്ല. ഈ നോട്ട് യൂട്ടിലിറ്റേറിയൻ ഉപയോഗം ഇല്ലെങ്കിലും നാച്ചുറലായിട്ട് അതിലേക്ക് വന്ന ആവി ഉണ്ടല്ലോ, വായു, ലൈഫ്, അത് നാച്ചുറലായിട്ട് തന്നെ പോകട്ടെ. അതുവരെ നമുക്ക് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ഡിഫറൻസസ് ഉണ്ട്. അതാണ് ഗ്ലോബൽ സെക്കുലർ ജനറൽ എത്തിക്സും ബിബ്ലിക്കൽ എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം. റഷ്യ, മോസ്കോ അല്ലെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ എന്താ പറയുന്നത്? ഇഫ് എ പേഴ്സൺ ഹാസ് നോ യൂസ്, എ അനിമൽ ഹാസ് നോ യൂസ്, കിൽ ഇറ്റ് ആൻഡ് ബറി ഇറ്റ്. ഇപ്പം യൂസ് ഉള്ളവർ മാത്രം ജീവിച്ചാൽ മതി, യൂസ് ഇല്ലാത്തവർ ജീവിക്കേണ്ട. അതിൻ്റെ പേരാണ് യുത്തനേഷ്യ. യു മൈറ്റ് ഹാവ് ഹേർഡ്. നിങ്ങളൊക്കെ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം. അവസാനം ഒരു പക്ഷേ നിങ്ങളും പലർക്കും സ്വിച്ച് ഓഫ് ചെയ്ത് കാണും. അറിയാമല്ലോ, ഒരു മെഷീൻ ബോക്സിനകത്ത് കിടക്കും. ലാസ്റ്റ് മൊമെന്റ് ഇനി ഹോപ്പില്ല, എല്ലാവരും കൂടെ കൂടി ആലോചിക്കും, എന്നാൽ ശരി മറ്റന്നാ 10 മണിക്ക് സ്വിച്ച് ഓഫ് ചെയ്യുക. ബൈബിൾ അതിനെ അനുവദിക്കുന്നില്ല. സ്വാഭാവികമായി ദൈവം ശ്വാസം വഹിച്ചു, സ്വാഭാവികമായി ജീവിക്കുന്നു. ലെറ്റ് ദ ടെർമിനേഷൻ ഓഫ് ലൈഫ് നോട്ട് ബൈ ഹ്യൂമൻ ഹാൻഡ്സ്, ലെറ്റ് ഇറ്റ് ബി നാച്ചുറൽ. തൗസൻഡ്സ് ആൻഡ് ലാക്സ് ഓഫ് പീപ്പിൾ ആർ ഡൈയിങ് ലൈക്ക് ദാറ്റ്. ഇങ്ങനെയുള്ള കോൺട്രാസ്റ്റുകൾ ആണ് സെക്കുലർ എത്തിക്സും ബിബ്ലിക്കൽ എത്തിക്സും തമ്മിലുള്ള വ്യത്യാസം. I think I am making it clear. Praise the Lord. ബൈബിൾ എത്തിക്സ് എന്ന് പറയുന്നത്, സാറേ അപ്പൊ ഒരു ചോദ്യം, ബൈബിളിലെ ദൈവം അല്ല സാർ അപ്പൊ ചോദിക്കേണ്ടെന്ന് അവിടെ ആരും വില. അല്ല, ഈ യുത്തനേഷ്യയുടെ കാര്യം സാർ ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പം ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു വർക്ക് പ്ലേസിൽ നമ്മളല്ലല്ലോ അത് ഡിസിഷൻ എടുക്കുന്നു. ഇപ്പൊ ഒരു ഫാമിലി ഡിസിഷൻ എടുക്കുന്നു. അപ്പൊ നമ്മൾ ആ ഒരു വർക്ക് പ്ലേസിൽ അത് ചെയ്യുമ്പോൾ is that right or wrong for us to be involved in it? That is part of my job.
My superiors, what they say is what they commands. I am just doing it. I am not directly mentally involved in it. So you have your own So that is okay. self-justification. Okay. ഒരു Thank ക്രിസ്ത്യൻ you. എത്തിക്സിൽ PhD ചെയ്ത ആളെന്ന നിലയിൽ ഞാൻ അതിനെ അങ്ങനെ കാണും. അതോടുകൂടി ആള് What about abortion? abortion is the same thing. Fetus life has right to live. അതെ, പക്ഷെ നമ്മളത് ഒറ്റ പോയിന്റിലേ ഉള്ളൂ. എന്താണെന്നറിയാം? ടു സേവ് ദി അതർ ലൈഫ്. പക്ഷെ നമ്മള് അത് അബോർഷനെതിരാണ്, നമ്മൾക്ക് പ്രോ ലൈഫ് ആണ്. എന്നാലും നമ്മൾ ആസ് എ പ്രൊഫഷണൽ വി ആർ ഹെൽപ്പിംഗ്, ആസ് എ പാർട്ട് ഓഫ് അവർ ജോബ് വി ആർ ഹെൽപ്പിംഗ്. വാട്ട് ഡു വി കോൾ ഫോർ ദാറ്റ്? Yeah, that is, you are not taking decision. You are not the determinant factor. You are just an assisting person. എന്നാലും നമ്മള് ബർത്ത് കൺട്രോളോ പ്രിസ്ക്രൈബ് ചെയ്യുന്നതോ? ബർത്ത് കൺട്രോൾ നാച്ചുറൽ വേസ് ഉണ്ട്. നാച്ചുറൽ വേസ് അല്ലാതെ നമ്മൾ മെഡിസിൻ കൊടുത്ത് പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തെറ്റാണോ? അത് എമർജൻസി കേസസിലൊക്കെ ആകാം, പക്ഷെ റെഗുലർ പാടില്ല. നമ്മുടെ വിശ്വാസത്തിന് എതിരാണോ അത്? വിശ്വാസനല്ല, ദൈവത്തിന്റെ സോവറിൻ റൈറ്റിന് എതിരായിട്ട് വരും. എന്ന് പറഞ്ഞാൽ ലൈഫ് ഉണ്ടാകുന്നതും ലൈഫ് നിലനിർത്തുന്നതും ലൈഫിനെ ടെർമിനേറ്റ് ചെയ്യുന്നതിന്റെ പരമാധികാരി ഗോഡാണ്, ലൈഫിന്റെ മേക്കറാണ്. ആ ലൈഫിന്റെ മേക്കറിൽ നമ്മൾ കോ ക്രിയേറ്റേഴ്സ് ആണ്, കോ കില്ലേഴ്സ് അല്ല. കോ ക്രിയേറ്റേഴ്സ് ആണ്, കോ കില്ലേഴ്സ് അല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാം? I am not directly involved. This is part of my existence job. Decision is taken by family, doctor and plus people. എന്നോട് പറയുന്നു ഈ ചെയർ എടുത്ത് അങ്ങോട്ട് പോകാൻ പറഞ്ഞു, ആ ചെയർ എടുത്ത്. എന്നോട് പറയുന്ന കത്രി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, കത്രി. എന്നോട് പറയുന്നു ആ നൂല് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു, കൊടുക്കുന്നു. But I am just witnessing, but with prayerfully I am attending. Then your conscience will not be diluted. Pastor, a question when many nurses are prescribers now, they have to do as part of job too. അപ്പം അതുകൊണ്ടായിരിക്കും ചോദിക്കുന്നത്. പക്ഷേ പിന്നെ മെഡിക്കൽ പ്രൊഫഷണലിൽ ഇപ്പം വർക്ക് ചെയ്യുമ്പം ഒരുപാട് പേർ, എസ്പെഷ്യലി ട്രാൻസ്ജെൻഡേഴ്സ്, ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് പേര് ഈ ഹോർമോണൽ ഇഞ്ചക്ഷൻ ട്രാൻസ്ജെൻഡേഴ്സിന് ട്രീറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ ആസ് പാർട്ട് ഓഫ് ദ ടീം like we are involved in that. പക്ഷേ നമ്മൾ ആസ് എ പ്രൊവൈഡർ ആണെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്, യു ആർ പ്രിസ്ക്രൈബിങ് ഇറ്റ്. ബട്ട് വി ആസ് ജസ്റ്റ് നഴ്സ് ആണെങ്കിൽ ടീം മെമ്പേഴ്സ് ആണ്. സോ ഓൺലി ഓപ്ഷൻ ഈസ് ടു ചേഞ്ച് ദ ജോബ് ഇഫ് യു കാൻ ഡു ദാറ്റ്. അതേ ഉള്ളൂ. എത്തിക്കലി അല്ല ഇതിലേ ഞാൻ അത്രയും എക്സ്റ്റെൻഡ് ഞാൻ പോകത്തില്ല. കാര്യം നിങ്ങളുടെ പ്രൊഫഷനിലെ ഒരു ഭാഗത്തിന്റെ ഭാഗമാകാത്തതുകൊണ്ട് നിങ്ങളുടെ ജോലി സ്കിപ്പ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. നിങ്ങളുടെ ജോലി, ആ വ്യക്തി ജോലി സ്കിപ്പ് ചെയ്താൽ ആ വ്യക്തിയുടെയും ആ കുടുംബത്തിന്റെയും എക്സിസ്റ്റൻസിന് ടെർമിനേഷൻ വരും, എക്സിസ്റ്റൻസിനെ ബാധിക്കും. But we are working against our conscience and our, the will of God. Very good. Answer is there. Answer ഞാൻ പറയാൻ വേണ്ട ആൻസർ ആണ്. കോൺഷ്യൻസ് സ്ട്രഗിൾ ചെയ്യുന്നവർ മാത്രമേ ചെയ്യാവൂ. Yeah. So if we have struggle with, it's against our faith, we can't do it, then we have to switch the job. I believe that's if you have that struggle. For example, ഒരു minor different parallel example. ഞാനൊരു പാസ്റ്ററാ. ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കുറച്ച് മനൂർ ഒഴിച്ച് ചാണകം, നാട്ടിലെ ചാണകം, കൗടം മേടിച്ച് ഞാനിത് തലയിൽ ചുമന്ന് എൻ്റെ പുരയിടത്തിൽ കൊണ്ടിടുക. അപ്പോൾ എൻ്റെ ചർച്ചിലെ ഒരു വിശ്വാസി റോഡിൽ കൂടെ പോവുക. ചോദിച്ചിട്ട് വിശ്വാസി എന്നോട് ചോദിക്കുകയാണേ, സാർ അനോയിൻറ്റഡ് ആളല്ലേ, സാറ് ഒരു ബൈബിൾ എത്ര പേരെ പഠിപ്പിക്കുകയെന്ന്, സാർ ഈ തലയിൽ ഈ ചാണകം ചുമന്ന പറമ്പിലിടാതെ സാർ ഈ തണുപ്പുള്ള വീട്ടിൽ കയറിപ്പോ, ആ സമയത്ത് ബൈബിൾ വല്ലതും വൈകി പിടിക്കുകയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ കോൺഷ്യൻസിനകത്ത് എന്ത് വന്നു? സ്ട്രഗിൾ വന്നു. ഞാൻ ഈ ചെയ്യുന്ന കണ്ടപ്പോൾ എൻ്റെ കോൺഷ്യൻസ് സ്ട്രഗിൾ ഇല്ല. എൻ്റെ പറമ്പ്, എൻ്റെ പുരയുടെ, എൻ്റെ ചെടി, എൻ്റെ ഫ്രൂട്ട്സ്, എൻ്റെ കുടുംബം, ഇതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാ? എനിക്ക്.
സാറേ അപ്പൊ അത് ബിബ്ലിക്കലി റോങ് അല്ലല്ലോ സാറ് ചെയ്യുന്ന പ്രവൃത്തി. അത് തന്നെ ഞാൻ അതെ. പറഞ്ഞ പ്രവൃത്തി. ആ സിസ്റ്റർ, ദി അതർ സിസ്റ്റർ സെഡ്, ജോളിയാന്ന് തോന്നുന്നത് ഒന്ന്. മാരോ പറഞ്ഞു. അത് പറഞ്ഞതിന്റെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ആസ് ലോങ് ആസ്, അതുകൊണ്ടല്ലേ പൗലോസ് പറഞ്ഞ വീക്ക് മനസാക്ഷി വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ച് അവരുടെ മനസാക്ഷി ഹേതുവായി നിങ്ങൾ ഒഴിഞ്ഞിരിക്കും. നിങ്ങളുടെ മനസാക്ഷി ഈ പാർട്ട് ഓഫ് ഈ ടീമിലെ പാർട്ടായിട്ട് നെയ്യാൻ നിങ്ങൾക്ക് മനസാക്ഷിയിൽ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ, അല്ല നിങ്ങളുടെ മനസാക്ഷി ബോൾഡ് ആയിട്ടില്ല, ഐ ആം നോട്ട് റെസ്പോൺസിബിൾ, സോ ഐ വിൽ കണ്ടിന്യൂ മൈ ജോബ് എന്നാണ് നിങ്ങളുടെ പ്രാഗൽഭ്യമെങ്കിൽ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യണം. ഐ തിങ്ക് ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ. ഡിപ്പെൻസ് ഓൺ യുവർ Like abortion എന്നുള്ള ഇത് ടോട്ടലി അഗൈൻസ്റ്റ് ദ വേർഡ് ഓഫ് ഗോഡ്, റൈറ്റ്? ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മുടെ ജോലി ചെയ്യുന്നതല്ല. termination of a babe at any day, at any point, It's murder. is murder. Not permitted because nobody, but medical ethics says we can be selective. ഒരു കോഴിക്കുഞ്ഞിനെ ഫാക്ടറി വിരിച്ചാലും ഇങ്ങനെ വിരിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ, ആയിരക്കണക്കിന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടല്ലേ, ഇത് മുടന്തുള്ളതും ഇതുള്ളതും എല്ലാവരും വേസ്റ്റിനകത്ത് എടുത്തിടും. ബാക്കി ചുണ്ടും കാലും കൈയും ഉള്ളതിനെ മാത്രമേ എങ്ങോട്ട് വിടത്തുള്ളൂ? വളർത്താൻ വിടത്തുള്ളൂ. വാട്ട് ഈസ് എ എത്തിക്സ്? പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ വാല്യൂ. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ വാല്യൂ ഓഫ് സംതിങ്. കാര്യം ഇറ്റ് ഈസ് എൻ ഇൻഡസ്ട്രി. അതുപോലെ ഒരു മെഡിക്കൽ ഫീൽഡിലായിരിക്കുന്ന ഒരു ഡോക്ടറെ സംബന്ധിച്ച് he or she may be thinking, what is the value of how far this will be a permanent danger to the family? So they take some decisions on behalf of you. Depends on your Christian commitment. You can take that burden or you can avoid that burden. From patient to patient, it differs. കുശവന് ആ പാത്രത്തെ രണ്ടാമതും പണിയാൻ, പൊളിഞ്ഞു പോയതിനെ രണ്ടാമതും പണിതെടുക്കാൻ അവകാശമുള്ളതുപോലെ, യു ലേൺ സംതിങ് ഫ്രം ദി കുശവൻ ഫാമിലി എന്ന് ജെരമ്യാവിൽ വായിക്കുന്നത് പോലെ നമുക്ക് ചെയ്യാം. അല്ല, ഉടഞ്ഞു പോയ പാത്രം കളഞ്ഞേച്ച് അതും കളഞ്ഞേരെ അടുത്ത് എടുത്തു വെച്ച് പണിയാം. നിങ്ങൾ റൊട്ടി ഉണ്ടാക്കുന്നു, സിമ്പിൾ ഉദാഹരണം പറയുന്നത് വിഷയത്തിന്റെ മാഗ്നിറ്റ്യൂഡ് കുറയ്ക്കാനും ഇതുപോലെ മറ്റൊരു വിഷയത്തിൽ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടതിൽ ചേർത്ത് ചിന്തിക്കാനും മൈൽഡ് അനസ്തേഷ്യ എന്ന് പറഞ്ഞ പോലെ ചിന്തിക്കാൻ വേണ്ടി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഡിപ്പെൻസ് ഓൺ, കോൺഷ്യൻസ് ഈസ് ഡിഫറെൻറ്റ്. മൈ വൈഫ്സ് കോൺഷ്യൻസ് ഈസ് ഡിഫറെൻറ്റ്, മൈ ഡോട്ടേഴ്സ് കോൺഷ്യൻസ് ഈസ് ഡിഫറെൻറ്റ്, മൈ കോൺഷ്യൻസ് ഈസ് ഡിഫറെൻറ്റ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. മൈ മദേഴ്സ് കോൺഷ്യൻസ് വാസ് ഡിഫറെൻറ്റ്. അതാണല്ലോ നമ്മുടെ യുണീക്നെസ് എന്ന് പറയുന്നത്. ഓരോ വ്യക്തികൾക്കും അതുല്യമായ. അബ്രഹാമിന്റെ വീട്ടിൽ അബ്രഹാമിന്റെ ഭാര്യയുടെ കോൺഷ്യൻസ് അല്ലായിരുന്നു അബ്രഹാമിന്. അതിഥികളെ കണ്ടുകൊണ്ടേ പശുവിനെ ഇറക്കുക, ആളെ ഇറക്കുക, റൊട്ടി ഉണ്ടാക്കുക, വേലക്കാരെ വിളിച്ച് എല്ലാം ഓർഡർ ചെയ്തു. എല്ലാം കണ്ടുകൊണ്ട് സേറ അവിടെ നിന്ന് ചിരിക്കല്ലേ കൂടാരത്തിന്റെ മുമ്പിൽ. ചില വീട്ടിൽ പുരുഷന്മാർക്ക് നല്ല കോൺഷ്യൻസ്, ചില വീട്ടിൽ സാറേ, സഹോദരി. ബർത്ത് കൺട്രോൾ ചെയ്യാൻ പാടില്ലെന്ന് ഏതെങ്കിലും ബൈബിളിനകത്ത് എവിടെയെങ്കിലും പറയുന്നുണ്ടോ റെഫറൻസ് ആയിട്ട്? ഇല്ല ബർത്ത് കൺട്രോൾ ചെയ്യാൻ പാടില്ലെന്ന് പാടില്ലെന്ന് പറയുന്നില്ല. അല്ല, ബർത്തിനെ, ലൈഫിനെ കാണേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. മുമ്പ് സിസ്റ്റർ പറഞ്ഞില്ല, പ്രോ ലൈഫ്. ലൈഫ് ഈസ് കമ്മിങ് ഫ്രം ഗോഡ്. വിലാപങ്ങളുടെ പുസ്തകത്തിലാണോ സദൃശമാണ്. ലൈഫ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. ലൈഫ് ഹാസ് ടു റിട്ടേൺ ടു ഗോഡ്. ഇൻ ബിറ്റ്വീൻ ഹ്യൂമൻ ഇന്റർവെൻഷൻ ഷുഡ് നോട്ട് ബി, പാടില്ല. പക്ഷേ ഇതിപ്പോ വലിയൊരു സിസ്റ്റം ഓഫ് ഹോസ്പിറ്റൽ, ഒരു അതിൽ നിങ്ങൾ ആരല്ല, അത് ഈ പ്രൈമറി റീസൺ നിങ്ങളല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ സ്ഥാപനം ഡിസിഷൻ എടുക്കും. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, പലതിനോടും എനിക്ക് യോജിപ്പില്ല. പക്ഷെ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് വരുന്നില്ലല്ലോ.
ഹലോ, മനസ്സിലാവുന്നോ? അവർ മണി സ്പെൻഡ് ചെയ്യുന്ന ഏത് കാര്യത്തിനാ? സ്റ്റാഫ് വെൽഫെയറിന് സ്പെൻഡ് ചെയ്യത്തില്ല. അവർ ഇൻഫ്രാസ്ട്രക്ചറിന് മാത്രമേ സ്പെൻഡ് ചെയ്യൂ. എനിക്ക് ഡിസഗ്രിമെൻ്റ് ഉണ്ട്. എൻ്റെ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ് വെൽഫെയറിന് മണി സ്പെൻഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ അവരുടെ എക്കണോമിക് എത്തിക്സിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. വിൽ ഐ റിസൈൻ ഇറ്റ് ആൻഡ് ഗോ? Pastor, I don't know how we can, you just explained something about this job. But my question is, you cannot compare that with abortion, though. That's entirely different, right? I mean, preventing pregnancy, I'm not saying it's right or wrong. I'm not saying, anything wrong we do is going to be wrong. But when you cannot compare the business world thing to the one you are killing, you are giving the instruments to. As a nurse, you are giving the instruments to the doctor. So as a Pentecostal perspective, I think you should change the job. I mean, conscience still can be different, though, like you said. But when Bible says something is wrong, we cannot do it, though. That's against our, right? I mean, how you will compare it when it comes to killing a life? I mean, taking away a life. That's my question. ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറയാം. യു ജസ്റ്റ് ലിസൺ. സോറി. എക്സാമ്പിൾ ഈസ് ലൈക്ക് ദിസ്. ഒരു സെമി ലൂണാറ്റിക് പെൺകുട്ടി വീട് വിട്ടിറങ്ങിപ്പോയി, അടുത്ത ഡിസ്ട്രിക്റ്റിൽ പോയി ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങുകയാണ്. ഷീ ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ. ഷീ ഈസ് ടോട്ടലി സെമി ലൂണാറ്റിക്. അരഭ്രാന്താണ്. സാമൂഹിക വിരുദ്ധന്മാർ റേപ്പ് ചെയ്ത പെൺകുട്ടി പ്രഗ്നൻ്റ് ആയി. ഇടയ്ക്കിടയ്ക്ക് പെൺകുട്ടിക്ക് ഇത് ഒരു തിയറിയാണ്, സ്റ്റോറി രൂപത്തിൽ പറയാം. ഇതൊരു തിയറിയാണ്, അബോർഷൻ്റെ ഒരു തിയറിയാണ്. ഈ പെൺകുട്ടി ചിലപ്പോൾ സെൻസേഷൻ വന്നപ്പോൾ പ്രഗ്നൻ്റ് ആണ് തിരിച്ചറിഞ്ഞു. ചെന്നിട്ട് നേരെ പോയതൊരു കന്യാസ്ത്രീ മഠത്തിൽ ചെന്ന് കന്യാസ്ത്രീമാരോട് വിവരം പറഞ്ഞു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, എനിക്കൊരു അബോർഷൻ വേണം. നോ ബൈബിൾ സൈസ് വി കനോട്ട് അഗ്രി. പിന്നെ പെന്തക്കോസ്റ്റിലെ പാസ്റ്റേഴ്സിൻ്റെയും ഫാമിലിയുടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ദുഃഖം പറഞ്ഞു, നോ വി വിൽ നോട്ട് അഗ്രി. ആ സ്റ്റോറി പോകുന്നത് എങ്ങനെയാണ്? അവസാനം ആരോട് എന്ന് പറഞ്ഞെന്നറിയാം? സോഷ്യൽ വർക്കറിനോട് എന്ന് പറഞ്ഞു. NGO സോഷ്യൽ വർക്കേഴ്സ് പറഞ്ഞു, ഓക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. അവർ ഈ പെൺകുട്ടിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അബോർഷൻ നടത്തി പെൺകുട്ടിയുടെ ലൈഫ് കാമാക്കി തിരിച്ചു വിട്ടു. അതിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്, അതിൻ്റെ എത്തിക്കൽ ചോദ്യം ഇതാണ്. ഷീ ഈസ് ഓൾറെഡി ലിവിങ് ഇൻ വേർ? റോഡ് സൈഡ്, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ. there are people, ഗുണ്ടാസ്, അവര് ഇങ്ങനെയുള്ള വിക്ടിംസിനെ, ഇരകളെ നോക്കി നടക്കുക. ഓൾറെഡി അവർക്ക് പ്രൊട്ടക്ഷനും സേഫിനും ആരുമില്ല. സഭയില്ല, സമുദായമില്ല, പള്ളിയില്ല, ആരുമില്ല. ഇനി അവളുടെ ഉള്ളിൽ ഉള്ള കുഞ്ഞ് അതും ഒരു പെൺകുഞ്ഞാണെങ്കിൽ ജനിക്കുന്ന എവിടെയാണ്? ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ജനിക്കുന്നു. അതും തിരികെ എങ്ങോട്ടാണ് പോകുന്നത്? ഇതേ പ്രളയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ വി ഷുഡ് സ്റ്റോപ്പ് ഇറ്റ് ഓർ വി ഷുഡ് സപ്പോർട്ട് ഇറ്റ്? ഫാസ്റ്റർ, ഞാൻ അത് പറയട്ടെ. ദൈവത്തിന് മുന്നിൽ ഇപ്പം വെദർ ഇറ്റ് വാസ് ഇല്ലീഗലി ഹാപ്പൻ അല്ലെങ്കിൽ പുറത്ത് സംഭവിച്ചുവെങ്കിലും ദാറ്റ്സ് എ ലൈഫ്. Because even before the baby was born in her, God knew him or her. അപ്പം തീർച്ചയായിട്ടും if the Pentecostal people who were, they had the conscience, they wouldn't have sent that girl back. They would have helped her to get that baby, do whatever, like they can do support in many ways. There are resources. If they shouldn't have sent her back without helping, encouraging her to go for some place else to get an abortion. That should have been a best opportunity for deliverance for that girl. ഞാൻ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൗണ്ടർ ചോദ്യം ചോദിക്കുകയാണേ. ഈ പറയുന്ന സോക്കോൾഡ് പെന്തക്കോസ്റ്റൽ പീപ്പിൾ എന്നാൽ ഈ കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി, ഇനി നീ റെയിൽവേ സ്റ്റേഷനിൽ കിടക്കണ്ട, എൻ്റെ വീട്ടിൽ കിടക്ക്, ഞാൻ നിനക്കൊരു റൂം ഉണ്ടാക്കി തരാം, അല്ലെ 2 സെന്റ് വസ്തു ഒരു വീടും വെച്ച് തരാം, കൊണ്ടുപോയി താമസിപ്പിക്കൂ. ചെയ്യണമായിരുന്നു.
പോകരുത്. If they had the conscience, they wouldn't have sent her back without any help. സിസ്റ്ററെ ഒരു Some other resources. യു ടേക്ക് എ സർവേ ഇൻ കേരള. Yeah. ഞാൻ എൻ്റെ വീട്ടിലേക്ക് അനുഭവം പറയണോ? എൻ്റെ വീടിൻ്റെ മുമ്പിൽ മതിലേ ഞാൻ എഴുതി വെച്ചു, അശരണർക്കും സഹായമില്ലാത്തവർക്കും വെൽക്കം, സ്വാഗതം. എൻ്റെ വീടിൻ്റെ ഗേറ്റിൽ എഴുതി വെച്ചു. കഴിഞ്ഞ വർഷം അത് മായ്ച്ച് റീപെയിൻറ്റ് ചെയ്യേണ്ടി വന്നപ്പം അതിലെ ബാക്കി എഴുതി വെച്ചപ്പോൾ വായിച്ചു. അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്നറിയാം? ഇവിടെ വന്ന ആരാന്നറിയാം? സകല എണ്ണവും മദ്യപാനികളും കള്ളന്മാരും. സകല എണ്ണം 95% മദ്യപാനികളും കള്ളന്മാരും. പാസ്റ്ററിന്റെ വീട്ടിൽ വന്നു അവര്? വന്നു, താമസിച്ചു. ആദ്യം ഒരു ക്രിസ്ത്യൻ കൺവേർട്ട് രമേശൻ വന്നു, താമസിച്ചു. അവസാനം രമേശൻ്റെ കൂടെ ജോൺസനെയും ഫാമിലിയും കൊച്ചുമോളെയും കൂടെ ആക്കി. എനിക്കൊരു ഹോംലെസ് ഹോമുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ പഴയ തറവാട് ഹോംലെസ് ഹോമാണ്. ഇത് 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 പുതിയ വീടാണ് ഞാനിരിക്കുന്നത്, ഞാൻ പണിതാ. അപ്പോൾ എൻ്റെ ഇപ്പോൾ അപ്പം എൻ്റെ അമ്മ മരിച്ചിട്ടില്ല. ഒരു ദിവസമൊക്കെ ഇപ്പം രമേശൻ പിച്ചാത്തിയാണ്ടിരിക്കുന്നു. അപ്പോൾ കൊച്ചുമോളും ജോൺസണും അടുക്കളയിൽ കുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ രമേശൻ കുക്ക് ചെയ്യാൻ പോകുന്നു. രമേശൻ കൊച്ചുമോളോട് മഞ്ഞപ്പൊടി എന്തെന്ന് സംസാരിക്കുന്ന ജോൺസൺ ഇഷ്ടമല്ല. ഒരു കിച്ചണേ ഉള്ളൂ. അപ്പോൾ അമ്മ 80 വയസ്സുള്ള 85 വയസ്സുള്ള അമ്മ 88 മരിക്കുന്നത്. അമ്മ ചോദിച്ചു, അവിടെ എന്തോടെ വെള്ളഞ്ഞു വിടാന്ന് വന്നു. ഇവൻ ഞങ്ങളെ വെട്ടാൻ വരുന്നെന്നും പറഞ്ഞു. അമ്മ എന്നിട്ട് എന്നെ മണക്കാലം ഫോൺ ചെയ്തു, നീ വേഗം വരണം, നീ കുഞ്ഞമ്മയും കൂടെ വേഗം വരണം, ഇവിടെ അമ്മമാർ തങ്ങളുടെ അടിയാ. എല്ലാത്തിനെയും പറഞ്ഞു വിട്ട് കയറ്റ് കൂട്ടാൻ പറഞ്ഞു. ഞാൻ വിട്ടില്ല. ഞാനേ അവരെ വന്നിട്ട് വിളിച്ചിട്ട് ചോദിച്ച് വിഷയം അനലൈസ് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആർക്ക് സ്വയം പോകാൻ മനസ്സാണ്? അപ്പോൾ ഈ റോഡ് സൈഡിൽ ചായക്കടയിൽ നിന്ന് കൂലിക്ക് ചായ അടിച്ചുകൊണ്ടിരുന്ന കൊച്ചുമോള് അടൂരപ്പുറം എന്താ പറഞ്ഞെന്നറിയാം? സാറേ ഞങ്ങളങ്ങ് പൊക്കോളാം, ഞങ്ങളെക്കാട്ടി പ്രായം കൂടി അങ്ങേരല്ലേ, അദ്ദേഹം താമസിച്ചോട്ടെ. അവരങ്ങ് പോയി. എവിടാ പോകണ്ടേ? ഇന്നടുത്താ പോകണ്ടേ? എത്ര രൂപ ഓട്ടോറിക്ഷയ്ക്കാവും? കൊടുത്തു, വിട്ടു. പോയെടുത്ത് ഒരു മാസത്തെ ചെലവിനും ഗ്രോസറീസ് മേടിച്ചുകൊണ്ട് കൊടുത്തു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മൾ മനസ്സിലാക്കുന്നോണോ അല്ല, അതാ ഞാൻ ഇടയ്ക്ക് ചിരിക്കും, നമ്മൾ മനസ്സിലാക്കുന്നോണോ അല്ല വിഷയങ്ങൾ. പക്ഷേ ഞാനിത് ചെയ്തപ്പോൾ സമൂഹം എന്താ പറയുന്നതെന്നറിയാം? ഞാൻ ഈ കാര്യം എൻ്റെ മതിലേൽ എഴുതി സമൂഹം ചെയ്യുന്നതെന്ന് പറയാം, അയാൾ വില്ലനല്ലേ, അമേരിക്കന്ന് പൈസ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. എന്താ നമുക്കാർക്കും ചെയ്യാനൊക്കാതെ? 10 പൈസ അമേരിക്കയിൽ ഒരെണ്ണം എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ അമേരിക്കയെ ആദ്യമായിട്ട് വരുമ്പം താനിയുടെ അവിടെ അല്ലേ താമസിച്ചേ, അമ്മയുടെ റിലേറ്റീവാണ്. 10 പൈസ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളൊന്നും പറയല്ലേ അച്ഛാ, നാണക്കേടാന്നാ എന്നോട് പറഞ്ഞു. കാര്യം ആളുകൾ പൈസ ഉണ്ടാക്കാൻ വന്നതെന്ന് പറയുന്നു. ഇന്നും ആളുകൾ വിശ്വസിക്കത്ത് പോലും ഇല്ല. ഞാൻ പറഞ്ഞത് നമ്മൾ ഏത് കേസിൽ നിന്നാ പോയെന്ന് മനസ്സിലായോ? മനസ്സിലായി സാർ. ഞാൻ പറഞ്ഞത് അത് അങ്ങനെയുള്ള റിസോഴ്സുകൾ കണ്ടുപിടിച്ച് ഞാൻ പറഞ്ഞ അവർക്ക് ട്രാൻസ്ഫോർമേഷൻ വരാൻ പറ്റിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വിടണം. അല്ലാതെ ഇനി ആ കേസിന്റെ നിങ്ങളുടെ സബ്ജക്റ്റ് മനസ്സിലാൻ വേണ്ടി പറയാം. ഇനി രമേശൻ ഒറ്റയ്ക്ക് ഇവിടെ നിന്നല്ലോ, ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് പുള്ളി പ്രീച്ച് ചെയ്യുന്നിടത്തൊക്കെ പോയി സൺഡേകളിൽ മറ്റു ചർച്ചുകളിൽ പ്രീച്ച് ചെയ്യാൻ പോകും. അവിടെ ചെല്ലും പറഞ്ഞാൽ സന്നിസാറിൻ്റെ അവിടെ താമസിക്കുന്ന ആയിരാണ്. ഒരു സെന്റൻസ് കൂടെ ആടി, ഞാൻ വാടകയ്ക്കാ താമസിക്കുന്നത്. അപ്പം പറ്റിപ്പോയ എന്താണെന്നറിയോ? എൻ്റെ വൈഫിൻ്റെ ബ്രദേഴ്സ് കൂടുന്ന മാവിയുടെ മക്കൾ കൂടുതൽ ഇറച്ചി ചെന്നത് പറഞ്ഞു. അവരപ്പോഴേ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് പെങ്ങൾക്ക് അയച്ചു കൊടുത്തു, നിങ്ങളുടെ ഇവിടെ ഇയാൾ വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നതെന്ന് ചോദിച്ചു. എന്താ കഥ? ഹലോ, ഒന്നും ട്രാൻസ്ഫോർമേഷൻ ഇല്ലാത്തതുകൊണ്ടുള്ള പ്രോബ്ലം. ഇത് അല്ല ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഇതിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇറങ്ങി ഇത് ചെല്ലുമ്പോൾ ഈ ഇഷ്യൂസിനെല്ലാം ഒത്തിരി ഡീപ്പാണ്. ഇതെല്ലാം എക്സിസ്റ്റൻഷ്യൽ കവറേജ് ആര് ചെയ്യും, ഇതിൻ്റെ പേരിൽ ഷെയിം ആര് റിസീവ് ചെയ്യും, ഇതിൻ്റെ പേരിലുള്ള റിപ്രോച്ച് ആര് സ്വീകരിക്കും,
എൻ്റെ വീട്ടിൽ എത്രയോ കുടുംബങ്ങൾ ഇപ്പോഴും ഇത് കിടക്കുവാണല്ലോ. പഴയ വീടേ, ലാസ്റ്റ് രാഘവനായിരുന്നു, രാഘവൻ മരിച്ചുപോയി. ഞാൻ പറഞ്ഞത് പിന്നീട് ആളുകൾ വരുന്നുണ്ട്, ഞങ്ങളില്ലാത്തപ്പോൾ ഇവിടെ എല്ലാം ലൂട്ട് ചെയ്യും. വാഴക്കുല, തേങ്ങ, ചക്ക എല്ലാം ലൂട്ട് ചെയ്യും. എന്ത് ചെയ്യും? ഞങ്ങൾ തിങ്കളാഴ്ച പോവും, വെള്ളിയാഴ്ച വരുന്നത്. ഇത് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയാണ്. സേവ് ചെയ്യണോ സെൽ ഔട്ട് ചെയ്യണോ? വേദോസ പ്രകാരം നിങ്ങൾക്ക് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടീസ് സെല്ല് ചെയ്യാൻ അനുവാദമുണ്ടോ? ഹീബ്രു തലമുറ കൈമാറാനാണ് പറഞ്ഞേക്കുന്നത്. 7 തലമുറ കഴിഞ്ഞ് 50ാമത്തെ വർഷം ജൂബിലി ഇയറിൽ ഫ്രീ ആയിട്ട് പാവപ്പെട്ട ഒരു ആദായം എടുത്തോളാൻ നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് ടു തിങ്ക്. ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി വിറ്റ് പൈസ മേടിച്ച് പുട്ടടിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പ്രസംഗിക്കാറുണ്ട്. നിങ്ങൾ അധ്വാനിച്ചത് ചെയ്തു. സാറേ, അപ്പം ന്യൂ ടെസ്റ്റ്മെന്റ് അനുസരിച്ച് എന്താ പറഞ്ഞു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് മതി. വിചാരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയെ കുറിച്ച് എംഫസൈസ് ചെയ്യുന്നില്ല. അതാണ് 5-ാം അധ്യായം വായിച്ചാൽ മതി സുജി. 5-ാം അധ്യായം വായിച്ചാൽ വിറ്റ് അപ്പോസ്റ്റലന്മാരുടെ കാൽക്കീഴിൽ കൊണ്ടുവച്ചു. ദൈവസഭയെ കൊണ്ടുവച്ചാല് നിങ്ങൾ വിദേശത്തല്ലേ? അല്ല, അതാരും ചെയ്യുന്നില്ലല്ലോ. അത് ചെയ്ത് കാണാത്തോണ്ട് പിന്നെ വരുന്ന വിശ്വാസികളും ചെയ്യുന്നില്ല. അതാ പ്രാക്ടിക്കലി ലീഗലിസ്റ്റ് നമ്മളാകാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ മൊത്തം. ഇൻ എത്തിക്സ് വി കനോട്ട് കംപ്ലീറ്റ്ലി ലീഗലിസ്റ്റ്, ബട്ട് വി നീഡ് ടു ബി ലിറ്റിൽ മോർ ഹ്യൂമാനിറ്റേറിയൻ ലീഗലിസ്റ്റ്, കമ്പാഷനേറ്റ് ലീഗലിസം. ഇത് ഞങ്ങള് വൈ ഐ കുഡ് സേ ദിസ് മച്ച് ഈസ് ബിക്കോസ് ഐ എം ഇൻവോൾവ് ഇൻ സോ മച്ച് ഓഫ് വേരിയസ് ലെവൽസ്. എന്തുമാത്രം നമ്മളൊരു ഗുഡ് വർക്ക് പാവപ്പെട്ട താഴെ ലെവലിൽ ഇറങ്ങി ചെന്നാൽ നമുക്ക് ലഭിക്കുന്ന അത്രയും റിപ്രോച്ച് വേറെ ആർക്കും കിട്ടത്തില്ല. സോ ദാറ്റ് ഈസ് എ റീസൺ നോബഡി വാണ്ടഡ് ടു അക്സെപ്റ്റ് ദ ഷെയ്പ്പ്, ബിക്കോസ് സോ മെനി ഈ ഇൻജസ്റ്റിസ് തന്നെ ഇച്ചിരി കഴിയുമ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവർ അംഗീകരിച്ചു കളയും. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് തിങ്. 4 പേര് പറയുക ഇന്ന ആള് കള്ളനാന്ന് പറഞ്ഞാൽ പോയില്ലേ? ഇപ്പം ഞാൻ നിങ്ങളുടെ രാജ്യത്ത് വരുന്നു. ഇപ്പം നിങ്ങളുടെ രാജ്യത്ത് അല്ലെങ്കിൽ അവിടെ ഉള്ള ഫീനിക്സിലുള്ള ഒരു 10 പേര് പറയുക അങ്ങേരെ കേട്ടേണ്ട അദ്ദേഹം കള്ളനാണ്, അദ്ദേഹം എത്ര പോരാ, ഇല്ല ലീലാമ്മ അറിയുമെന്ന് ചോദ്യര്, അല്ലെങ്കിൽ ഇല്ല ഗ്രേസി അറിയുമെന്ന് ചോദ്യര്, ഇങ്ങനെ ഒരു ഗുണ്ടിറക്കുക എന്ന് വെച്ചാൽ അപ്പം ഞാൻ ആരായി? ഹലോ, മനസ്സിലാകുന്നോ? ഞാൻ ആരായി? ഇതവിടെ ഫോൺ വിളിയാ. എനിക്ക് വാതിലുകൾ അടയ്ക്കത്തല്ലേ ഉള്ളൂ. ഇതുവല്ലം ജോളി സിസ്റ്റർക്ക് മനസ്സിലാകുന്നുണ്ടോ? ഐ ഡോണ്ട് നോ. മനസ്സിലായിക്കൊണ്ടിരിക്കോ സാറേ? ഞാൻ പറഞ്ഞത് നമ്മുടെ സമൂഹം ഈസ് ടോട്ടലി ഡിഫറെന്റ്. വി നീഡ് ടു ബി അവെയർ ഓഫ് അവർ ഓൺ എക്സിസ്റ്റൻസ്, അവർ ഓൺ പെർമനൻസി ആൻഡ് ലോങ്റ്റിവിറ്റി. Always skipping and skitting one to another is also an inconsistent behavior. That is also not a healthy behavior. That is either one way it is a stubborn behavior, either way it is a most weak behavior. Intolerance. Anyway, what is the time now? 8:25, isn't it? Well, what I said is definition of morality, definition of ethics, limitations of ethics, scope of ethics, source of ethics. Then I said difference between general ethics and biblical ethics. ഇപ്പോൾ 25 എനിക്ക് ഇവിടുത്തെ സമയം അനുസരിച്ച് പോകണം. വൺ ഓഫ് യു കൈൻഡ്ലി ലീഡ് us in prayer. സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ സാറേ? നീ എത്ര ക്ലാസ് കൂടെ എടുക്കാനാണ് സാറ് പ്ലാൻ ചെയ്തേക്കുന്നത്? ഇന്ന് 18-19 അല്ലേ തീയതി? അല്ല, ഇനി ക്ലാസ് എത്ര നാളത്തേനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അത് ഉദ്ദേശിച്ചത്? ഡിപ്പെൻഡ് സ്റ്റുഡൻസിന്റെ ഇൻട്രസ്റ്റ് പോലെ. ഇപ്പൊ ഈ എത്തിക്സ് കൂടെ മതി എന്ന് പറഞ്ഞാൽ അടുത്ത മാസം സാർ, 20-ാം തീയതി നമുക്കൊരു 1 or 2 months കൊണ്ട് ക്ലാസ് നമുക്ക് റാപ്പപ്പ് ചെയ്യാൻ പറ്റുമോ? ധാരാളം. കാരണം ഉണ്ടല്ലോ, നമ്മൾക്ക് സ്കെഡ്യൂളിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് 2-3 പേർക്കെല്ലാം ഉണ്ട്. അതെ, ഇത് ഫെബ്രുവരി 20 അല്ലേ? ഇത് ജനുവരി 20 ഫെബ്രുവരി 20 ആകുമ്പോൾ ഈ സബ്ജക്ട് തീരും. മാർച്ച് 20 ആകുമ്പോൾ പെന്റക്കോസ്റ്റൽ ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് തീരും. അപ്പൊ മാർച്ച് 20 ഡിപ്പെൻഡ്സ് ഓൺ ദിസ് ടീം, നിങ്ങളുടെ ടീമിലെ ഇൻട്രസ്റ്റ്.
ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനോ ആയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾ കൂടി ആലോചിച്ചിട്ട് എനിക്കൊരു ഫൈനൽ ഓക്കെ ഒപ്പീനിയൻ സാറേ. ഓക്കെ നിങ്ങൾ ആരേലും ഇട്ടാൽ മതി. സിസ്റ്റർ ജോളിയോ സിസ്റ്റർ സിജിയോ എനിവൺ. ഓക്കെ ഇനി ഓക്കെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ ഇത് പ്രയോജനമാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വേറെ ആളുകളെ റെക്കമെൻഡ് ചെയ്തൊരു ഗ്രൂപ്പ് വേണേൽ ഫോം ചെയ്യാം. ഓക്കെ സാറേ, ശരി. ഓക്കെ അപ്പം നിങ്ങൾ കൂടി ആലോചിച്ച് നിങ്ങളുടെ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേരെ. ഓക്കെ. മാർച്ച് 20 കൊണ്ട് നിർത്തുന്നു. ഇതുവരെ പ്രാർത്ഥിക്കാത്ത കുഞ്ഞേച്ചി പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം. കർത്താവെ, സ്തുതിക്കുന്ന കർത്താവെ, ഈ നല്ല സന്ധ്യയെങ്കില് കർത്താവെ സ്തോത്രം. നിന്റെ വചനവുമായിട്ട് ഞങ്ങൾ കർത്താവെ അത് പഠിക്കുവാനായിട്ട് കടന്നു വന്നു കർത്താവെ. ഞങ്ങൾ ഇത്രയും ഹല്ലേലൂയ നിന്റെ സന്നിധിയിൽ അപ്പച്ച ഹല്ലേലൂയ നിന്നിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾക്ക് തന്ന എല്ലാ കൃപയ്ക്കായിട്ട് സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങൾ കർത്താവെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചനത്തിൽ പ്രാഗൽഭ്യം നേടുവാന് കർത്താവെ, അതിനെ ഡീപ്പായിട്ട് കർത്താവെ ഹല്ലേലൂയ പഠിച്ച് കർത്താവെ നിന്റെ നാമമഹത്വത്തിനായി തീരുവാന് ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കർത്താവിൻ്റെ ദാസനെ അനുഗ്രഹിക്കണമേ, കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. ആരോഗ്യത്തോടെ വീണ്ടും അനേകർക്ക് കർത്താവെ തൻ്റെ വിജ്ഞാനം കർത്താവെ പകർന്നു കൊടുപ്പാൻ തക്കവണ്ണം നിന്റെ ദാസനെ നീ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരും അങ്ങയുടെ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇവിടെ ഞങ്ങൾക്ക് രാത്രിയാവുന്ന ഞങ്ങൾ കർത്താവെ ഉറങ്ങുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് കൂടിയിരിക്കണമേ. നിന്റെ ദാസൻ അവിടെ ആയിരിക്കുമ്പോൾ ഈ ഒരു ദിവസം മുഴുവനും കർത്താവിൻ്റെ ആമേൻ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുരക്തത്തിന്റെ മറവിൽ ഞങ്ങളെ ഓരോരുത്തരെയും മറയ്ക്കുന്ന കൃപയോർത്ത് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ. ആമേൻ. ആരും പോകല്ലേ, സാറല്ലാതെ ആരും ഞാനൊന്ന് ലീവ് ഔട്ട് ചെയ്തോട്ടെ. ഞാൻ റെക്കോർഡ് താങ്ക് യു സാറേ. നിർത്താം.